ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇൻസ്റ്റയിൽ റീൽസ് കണ്ടിട്ട് സിമ്പിളാന്ന് തോന്നി, അടിപൊളിയാന്നും തോന്നി, ബട്ട് പേരറിയാത്തൊരു സാധനമാണ്. ലഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന റൈസാണ് കേട്ടോ. നമുക്കതിന് ഒരു തട്ടിക്കൂട്ട് ബിരിയാണിന്നോ, തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് പറഞ്ഞില്ല, ബിരിയാണി അല്ല, പുലാവും അല്ല, അങ്ങനത്തെ ഒരു സാധനമാണ്. എന്തായാലും നമുക്ക് തട്ടിക്കൂട്ട് റൈസ് എന്ന് പേരിടാം അല്ലേ? അതിനെന്തോ ഇപ്പം തട്ടിക്കൂട്ട് റൈസ് എന്ന് പേരിടാം. അപ്പോൾ അതുണ്ടാക്കണേ വീഡിയോ ആണ്. അപ്പം നമുക്ക് ഉണ്ടാക്കൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. റെഡി ആവുമായിരിക്കില്ലേ? ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഉണ്ടാക്കി നോക്കണേ. റീൽസ് കണ്ട് നേരെ സേവ് ആക്കി. ഇനി എന്താ ഉണ്ടാക്കി നോക്കാം അല്ലേ ഗൈസ്? പണി പാളൊന്നുമില്ലല്ലോ. അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് റിവ്യൂസ് കണ്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് എന്താക്കാം, നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ട റൈസ് കഴുകി എടുക്കുക കേട്ടോ വേണ്ടത്. അപ്പം ഞാനിവിടെ എടുക്കുന്നത് ജീരകശാല റൈസ് ഉണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. നമുക്ക് മന്തി റൈസ് ഉണ്ടല്ലോ, ബസ്മതി റൈസ്, അത് വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ. ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇതാണ്. സോ ഞാൻ അതായിട്ട് എടുക്കുന്നത്. ഞാൻ ഒരു ഗ്ലാസ് എടുക്കാൻ വിചാരിച്ചപ്പോൾ കുറച്ചും കൂടെ അതിൽ ബാക്കിയുള്ളൂ, അപ്പോൾ അതും കൂടെ എടുത്ത് അങ്ങനെ ഒരു ഗ്ലാസും പിന്നെ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. വാഷ് ചെയ്തിട്ട് അതിലത്തെ വെള്ളം വറ്റി പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പണി എടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ, ഇതെങ്ങാനും കൊളായി പോകുമോയെന്ന്. നെക്സ്റ്റ് ഉള്ള പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കുക എന്നിട്ട് ഞാൻ കെറ്റിലിൽ വെച്ചിട്ടാണ് ബോയിൽ ചെയ്തെടുത്തത്. 4 എഗ്ഗ് എടുത്ത് പിന്നെ അതിൻ്റെ തൊലി പെട്ടെന്ന് റിമൂവ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സാൾട്ട് ഇട്ടിട്ട് ബോയിൽ ചെയ്തെടുത്തിട്ടോ. അതൊന്ന് റെഡി ആയി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിക്ക് വേണ്ട വെജിറ്റബിൾസ് എന്താക്കുക, കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഓവർ വെജിറ്റബിൾസും കാര്യങ്ങളൊന്നും ഇതിലേക്ക് ഇടുന്നില്ല. സവാള, അതേപോലെ തന്നെ ക്യാരറ്റ് ഓപ്ഷനിൽ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഒരു തക്കാളി, പിന്നെ കുറച്ച് നമ്മളെ മല്ലിയില, പിന്നെ ഇതിൽ മുളക് പൊടി ഇടാത്തതുകൊണ്ട് തന്നെ നമ്മൾ എരിവിന് എത്രയാണോ എരിവ് വേണ്ട അതിനനുസരിച്ചിട്ട് നമുക്ക് മുളക് എടുത്താൽ മതി കേട്ടോ. ഗൈസ്, ഉള്ളി കരിഞ്ഞു പോയി ഗൈസ്, കണ്ണൊക്കെ ഇതുപോലെ ഉണ്ടാവും. അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് ഉള്ളി എരിയണം, എന്നിട്ട് ബാക്കി പരിപാടികൾ തുടങ്ങാം. എനിക്ക് ഈ മുളക് കട്ടിയോലോ അപ്പം മനസ്സിക്ക് എപ്പോഴും വരുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ട് കേട്ടോ. വീട്ടിൽ ഒരു പണിയെടുക്കാതെ വെറുതെ നടന്നിരുന്ന ഞാൻ ഒരു ടൈമിൽ ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്. അപ്പോൾ ഫുഡ് നമ്മളാണ് പ്രിപ്പയർ ചെയ്യണത്. ആ ടൈമിൽ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് മുളക് കട്ട് ചെയ്ത മുതൽ എനിക്ക് കൈ നീറ്റിൽ തുടങ്ങി. ഇതും പറഞ്ഞുകാണ്ട് വീട്ടിലേക്ക് വിളിച്ചിട്ട് കുറേ കരഞ്ഞിട്ടാ. എൻ്റെ കരച്ചിട്ടിട്ട് അപ്പുറത്ത് നിന്നുകാണ്ട് ഉപ്പിമ്മയും കുറേ ചിരിച്ചാണ്. അപ്പോൾ നമ്മൾ കുക്കറിലാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ഓയിൽ ഒഴിക്കുക. ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഏതാച്ചാൽ അത് ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുന്ന ടൈമിൽ നമ്മൾ മുളക്, പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. സവാള വല്ലാണ്ട് കളർ ചേഞ്ച് ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. പിന്നെ അതൊക്കെ തക്കാളി ഇടുക. തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് മസാലപ്പൊടികൾ ഇടുന്നുണ്ട്. ഞാനിവിടെ കപ്സ മസാല എൻ്റെ അടുത്തുള്ളൂ, ബട്ട് ഞാൻ ആ വീഡിയോയിൽ കണ്ടത് ബിരിയാണി മസാലയാണ്. പക്ഷെ നമ്മൾ തില്ലതുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പം ഞാൻ കപ്സ മസാല ഇട്ട് പിന്നെ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, ഇത് മാത്രമായിട്ട് നമ്മൾ അതിൽ ഇട്ടിട്ടുള്ളൂ. പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ജസ്റ്റ് നമ്മളതൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിക്ക് വേണ്ട വെള്ളം ഒഴിക്കുക എന്നിട്ട് 1 കപ്പ് റൈസിന് 2 കപ്പ് വാട്ടർ ആട്ടോ ഒഴിക്കേണ്ടത്. അപ്പോൾ അതൊഴിച്ചതിന് ശേഷം ഞാനൊരു മാഗി ക്യൂബ് ഇടുന്നുണ്ട്. ഞാൻ കണ്ട വീഡിയോയിൽ മാഗി ക്യൂബ് ആഡ് ചെയ്യുന്നില്ല, ബട്ട് ഐ തിങ്ക് മാഗി ക്യൂബും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഞാൻ ഒരു മാഗി ക്യൂബും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ക്യാരറ്റും അതേപോലെ തന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക. ദെൻ നമ്മളെ വെള്ളം തിളക്കണത് വരെ വെയിറ്റ് ആക്കുക. പിന്നെ നമ്മൾ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള റൈസ് അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ശരിക്ക് ഒരു വിസിൽ അടിച്ചാൽ മതി. പക്ഷെ ഞാനും ഈ ബിരിയാണി റൈസും ഒരു നിലക്കും ഒത്തുപോകാത്തൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വേവ് കുറേ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഇല്ലതുകൊണ്ട് ഞാൻ 2 വിസിലടിക്കുന്നവരെ വെയിറ്റ് ആക്കിയിരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഇട്ട് കൊടുത്തുങ്ങാണ്ട് അടച്ച് വെക്കുക. ദെൻ 2 വിസിലടിച്ചതിന് ശേഷം ഞാൻ എടുത്തിക്കുന്നത്. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ റൈസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ കഴിക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ശുഭദിനം.